back to Singularis Software Technologies official YouTube channel. ലാസ്റ്റ് വീഡിയോയിൽ പൈത്തന്റെ ബേസിക് കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീഡിയോ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളതാണ്. നമുക്ക് മെയിൻലി വരുന്ന 7 ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൽ 1 by 1 ആയിട്ട് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ എക്സ്പോണന്റേഷൻ, മോഡുലസ്, ഫ്ലോർ വാല്യൂ, ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സിമ്പിൾസിനെ വിളിക്കുന്ന പേര് ഓപ്പറേറ്റേഴ്സ് എന്നാണ്. ഇനി അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഓരോ വാല്യൂസിന് നമ്മൾ പറയുന്നത് ഓപ്പറാൻഡ്സ് എന്നാണ്. ഈ ഓപ്പറേറ്റേഴ്സും ഈ ഓപ്പറൻസും തമ്മിലുള്ള നടക്കുന്ന പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിന് പുതിയൊരു സെൽ ഓപ്പൺ ചെയ്യാം. ആ സെല്ലിനകത്തേക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ 20 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാണ്. ബി എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. പ്രിന്റ് എ പ്ലസ് ബി. അപ്പൊ നമുക്ക് എനോട് ബി ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും റിട്ടേൺ ചെയ്തിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യണമെന്ന് നോക്കാം. പ്രിന്റ് എ മൈനസ് ബി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്ത് നോക്കാം. ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എ, ഡിവിഷന്റെ സിമ്പിൾ യൂസ് ചെയ്യുക, ബി യൂസ് ചെയ്യുക. അപ്പൊ 10 ഡിവൈഡ് ബൈ 20 20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാന്ന് നോക്കാം. പ്രിന്റ് എ സ്റ്റാർ ബി. ഇപ്പൊ എന്തായിരിക്കും കിട്ടുന്നത്? 20 ഇൻറ്റു 10 ആയിരിക്കും, 200 ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ഫ്ലോർ ഡിവിഷൻ ആണ്. ഫ്ലോർ ഡിവിഷന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. സി ഈക്വൽ ടു 39, ഡി ഈക്വൽ ടു 10. ഇനി പ്രിന്റ് സി. ഫ്ലോർ ഡിവിഷൻ നമ്മൾ ഡബിൾ ഡിവിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡി കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.9 ആണ് ശരിക്കും നമ്മൾക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഫ്ലോർ ഡിവിഷന്റെ അകത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഡെസിമലിന് ശേഷമുള്ള എല്ലാ പോയിന്റ്സിനെയും ഇഗ്നോർ ചെയ്ത് കളയും. എന്നിട്ട് കിട്ടുന്നത് ഒരു കംപ്ലീറ്റ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം 39 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എത്രയാണ്? 3.9 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് പോയിന്റിന് ശേഷമുള്ള 9 റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയ വാല്യൂ ഏതാണോ അതായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ അതായിരിക്കും നമ്മൾക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് കമന്റ് ചെയ്തിടാം. 3.9 ന്ന് ഡെസിമലിന് ശേഷമുള്ളത് പോകുന്നുള്ളതിന്റെ കമന്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? കംപ്ലീറ്റ് വാല്യൂ ആയിട്ടുള്ള 3 ആണ് കിട്ടിയിട്ടുള്ളത്. അതിപ്പം പോയിന്റിന് ശേഷം 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, അങ്ങനെ 9 വരെ ഏത് നമ്പർ വന്നാലും ഡെസിമലിന് ശേഷമുള്ള എന്തും ഇഗ്നോർ ചെയ്ത് കളയും. അതാണ് ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് എക്സ്പോണന്റേഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് എനകത്തേക്ക് പുതിയൊരു വാല്യൂ എ വേണ്ട, ഇനി നമുക്ക് ഇ കൊടുക്കാം. ഇ ഈസ് ഇക്വൽ ടു ക്യൂ എന്ന് കൊടുക്കാണ്. എഫ് ഈസ് ഇക്വൽ ടു 3 എന്ന് കൊടുത്തെന്ന് വെച്ചോ. ഇനി നമുക്കിത് എങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം? പ്രിന്റ് എക്സ്പോണന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡബിൾ സ്റ്റാറിന് ഇ ഡബിൾ സ്റ്റാർ ഓഫ് എഫ് കൊടുക്കുക. ഇതാണ് എക്സ്പോണന്റേഷൻ. നമ്മുടെ 2 റേസ് ടു പവർ 3 ആണ് ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2, ഇതാണ് നമുക്ക് നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 3 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡുലസ് ആണ്. മോഡുലസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത് തന്നെ കൊടുക്കാം. സി ഡി കൊടുത്ത പോലെ തന്നെ നമുക്ക് കൊടുക്കാം. സെയിം തന്നെ എടുക്കാം. ഇവിടെ പ്രിന്റ് സി, മോഡുലസിന് നമ്മൾ പെർസെന്റേജ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഡി കൊടുക്കുക. ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് റിമൈൻഡർ ആയിരിക്കും. കംപ്ലീറ്റ് നമ്പർ കഴിഞ്ഞിട്ട് റിമൈൻഡർ എത്രയാണോ അതായിരിക്കും നമ്മൾക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇവിടെ ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല.
പകരം റിമൈൻഡർ റിട്ടേൺ ചെയ്ത് വരും 9. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഏതായിരുന്നു? 9 ആണ് ലാസ്റ്റ് വന്നിരുന്ന നമ്പർ. ഇപ്പൊ 39 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കംപ്ലീറ്റ് ആയിട്ട് പോകും. അത് സമയം അതിന്റെ ബാക്കിയായിട്ട് വരുന്നത് 9 ആയിരിക്കും. ആ 9 നമുക്ക് റിമൈൻഡർ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഫ്ലോർ ഡിവിഷൻ ആണ്. ഫ്ലോർ ഡിവിഷന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ഇപ്പൊ യൂസ് ചെയ്ത ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററും ചെയ്യാൻ പോകുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിനകത്തേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനകത്തേക്ക് വാല്യൂസ് വന്ന് എന്ത് ചെയ്യും? അസൈൻ ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സെൽ ഓപ്പൺ ചെയ്യാം. A is equal to 50 എന്ന് കൊടുക്കാണ്. ഇനി B is equal to A divided by 5 കൊടുത്തു. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? A എന്ന് പറയുന്ന ആ വാല്യൂ എടുത്തിട്ട് അതിനെ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് ആ വാല്യൂവിനെ എങ്ങോട്ട് അസൈൻ ചെയ്യുന്നു? B യിലേക്ക് അസൈൻ ചെയ്യുന്നു. അസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതെന്താണ്? ഈക്വൽസ്. അപ്പൊ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. നമ്മളിവിടെ പ്രിന്റ് B ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ടായിരിക്കും വരുന്നത്. 10 ആയിരിക്കും ആൻസർ കിട്ടുക. നമ്മൾക്ക് A എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരുന്നു? 15 ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 10 ആണ്. ആ വാല്യൂവിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തത് ഏത് വേരിയബിളിനകത്തേക്കാ? P എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്കാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസൈൻ വാല്യൂ ടു ദ വേരിയബിൾസ് എന്ന്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈക്വൽസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പം ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വാല്യൂസ് ഈക്വൽ ആണോ അല്ലെങ്കിൽ വാല്യൂസ് ചെറുതാണോ വലുതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ആണോ അല്ലേ എന്നുള്ളതിനെ റിട്ടേൺ ചെയ്ത് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഫോൾസ് എന്നുള്ള ബൂളിയൻ വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു സെൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പം എക്സ് ഈസ് ഇക്വൽ ടു 50 എന്ന് കൊടുക്കാണ്. y ഈസ് ഇക്വൽ ടു 15 എന്നും കൊടുത്തു. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്രിന്റ് എക്സ് ഈക്വൽസ് വൈ. ഇവിടെ ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽസ് വൈ ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ നോക്കാം. പ്രിന്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ട്രൂ എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് വൈ. ഇപ്പം എക്സ് വൈനേലും വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ട്രൂ എന്നായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത കണ്ടീഷൻ നോക്കുവാണെങ്കിൽ പ്രിന്റ് എക്സ് നോട്ട് ഈക്വൽസ് വൈ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ട്രൂ ആയിരിക്കും വരുന്നത്. കാരണം എക്സും വൈയും എന്തല്ല? ഈക്വൽ അല്ല. ഇതേപോലെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കാം. ഗ്രേറ്റർ ദാന്റെ സിമ്പിൾ വെച്ചിട്ട് നോക്കാം. എല്ലാ സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബൂളിയൻ വാല്യൂസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത് ആൻഡ് ഓപ്പറേഷൻ ആണ്. ആൻഡ്, രണ്ടാമത് വരുന്നത് ഓർ, മൂന്നാമത് വരുന്നത് നോട്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ആൻഡ് എന്താന്ന് നോക്കാം. ആൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്
രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ട് രണ്ട് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ട്രൂ ആയിരിക്കും. ഒരു കണ്ടീഷൻ ട്രൂവും അടുത്ത കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫോൾസ് ആണ്. ഒരു കണ്ടീഷൻ ഫോൾസും അടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഫോൾസ് തന്നെയായിരിക്കും. പിന്നെ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിലും ഫോൾസ് ആയിരിക്കും. അപ്പൊ ആൻഡ് ഓപ്പറേഷനകത്ത് നമുക്ക് എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് കിട്ടുക? ട്രൂ കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരിക. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. പ്രിന്റ് കണ്ടീഷൻ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ 10 ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഓപ്പറേഷൻ നമ്മൾ ആൻഡ് തന്നെ എഴുതി കൊടുക്കുക. അടുത്ത കണ്ടീഷൻ കൊടുക്കുക 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് കൊടുക്കാണ്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷനകത്ത് 10 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. അപ്പൊ എന്തായിരിക്കും റിസൾട്ട് വരുന്നത്? ട്രൂ എന്നായിരിക്കും റിസൾട്ട് വരിക. ഇനി ഇതേപോലെ തന്നെ പ്രിന്റ് 45 greater than 5 and 7 less than 1. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 45 greater than 5 എന്ന് പറയുന്നത് ട്രൂ ആണ്. പക്ഷെ 7 less than 1 എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? ട്രൂവും ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് തന്നെയായിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. പ്രിന്റ് 10 greater than 7 70 എന്ന് കൊടുക്കാം. 70 and 12 greater than 10 എന്ന് കൊടുക്കാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസും സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും റിട്ടേൺ ചെയ്ത് വരുന്നത് എന്ത് തന്നെയായിരിക്കും? ഫോൾസ് തന്നെയായിരിക്കും. ഇനി ലാസ്റ്റ് കണ്ടീഷനോടും ചെക്ക് ചെയ്യാം. പ്രിന്റ് 1 greater than 10 and 9 less than 5. ഇപ്പൊ 1 greater than 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾസ് ആണ്. 9 less than 5 എന്ന് വെച്ചാലും ഫോൾസ് തന്നെയാണ്. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഓർ കണ്ടീഷൻ നോക്കാം. ഓർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പുതിയ സെൽ ഓപ്പൺ ചെയ്യാണ്. രണ്ട് കണ്ടീഷൻ ട്രൂ ആയിട്ടുള്ളത് ആദ്യം നമുക്ക് കൊടുക്കാം. പ്രിന്റ് ഓർ 10 greater than 5 എന്ന് തന്നെ കൊടുത്തു. നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് രണ്ടും ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി ഒരു കണ്ടീഷൻ ട്രൂവും അടുത്ത കണ്ടീഷൻ ഫോൾസ് ആയിട്ടുള്ളത് നോക്കാം. ഇവിടെ ഇപ്പൊ 45 greater than 5 എന്ന് പറയുന്നത് ട്രൂ ആണ്. 7 less than 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്തിട്ട് വരുന്നത്. അപ്പൊ ട്രൂ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിട്ടും രണ്ടാമത്തത് ട്രൂ ആയിട്ടും കൊടുത്തു നോക്കാം. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോഴും റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ തന്നെയായിരിക്കും. നമുക്ക് ലാസ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ട് കണ്ടീഷനും ഫോൾസ് ആവുമ്പോൾ മാത്രമാണ് ഓർ കണ്ടീഷനകത്ത് ഫോൾസ് വരുള്ളൂ. വൺ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നതും 9 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് രണ്ടും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് ഇതാണ് പറയുന്നത് നോട്ട്.
നമ്മൾ ആൻഡ് നോക്കി, ഓർ നോക്കി, അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് നോട്ട് എന്ന് പറയുന്നത്. നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ആൻസർ ട്രൂ ആണെങ്കിൽ, ശരിക്കും ഉള്ള ആൻസർ ട്രൂ ആണെങ്കിലും റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് ആയിരിക്കും. ഇനി ഫോൾസ് ആണ് ശരിക്കും വരേണ്ട ആൻസർ എങ്കിൽ റിട്ടേൺ ചെയ്ത് വരുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. നമുക്ക് അതെങ്ങനെയാന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇതെന്ന് വെച്ചാൽ ട്രൂ ആണ്. നമുക്ക് ആ ഒരു കണ്ടീഷൻ തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ ഒരു സെറ്റ് ഇതും കൂടെ കൊടുക്കാണ്. നോട്ട് ഫംഗ്ഷൻ വരുമ്പോൾ പ്രിന്റിനകത്ത് നോട്ട് കൊടുക്കാണ് കേട്ടോ. നോട്ട് ഫംഗ്ഷന്റെ അകത്തേക്കാണ് നമ്മൾ ഒരു ആൻഡ് ഓപ്പറേഷൻ കൊടുക്കുന്നത്. നമുക്കിപ്പം ഈ ഒരു കേസിൽ ഇത്രയും നമ്മൾ ആൻഡ് ഓപ്പറേഷനകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ ആണ്. പക്ഷേ അത് നോട്ടിന്റെ ഫംഗ്ഷന്റെ അകത്തേക്കാണ് കൊടുക്കുന്നതെങ്കിലോ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് എന്നായിരിക്കും. ഇനി ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നോട്ട് ഫംഗ്ഷന്റെ കയ്യിൽ കൊടുത്താലോ, ഇപ്പൊ ഈ ഒരു ഓർ കണ്ടീഷനകത്ത് നമ്മൾ പ്രിന്റ് കൊടുക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇതൊരു നോട്ട് ഫംഗ്ഷന്റെ അകത്ത് കൊടുത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇത് ഓൾറെഡി ഫോൾസ് ആയിരുന്നു ഈ കണ്ടീഷൻ, ഇപ്പൊ അത് ട്രൂ ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 തരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഇന്ന് നോക്കിയത്, ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം.